മീഡിയയിൽ നമ്മൾ കാണുന്ന 90% ഓഫ് ലൈഫ് അല്ലെങ്കിൽ 90% ഓഫ് കണ്ടന്റ് ഇസ് എ ലൈഫ്. എല്ലാം അങ്ങനെയാണ് എന്നല്ല, പക്ഷേ നിങ്ങൾ എപ്പോഴും കാണുന്നത് എല്ലാത്തിന്റെയും ഒരു ബെസ്റ്റ് എഡിറ്റഡ് ഫിൽറ്റേർഡ് വേർഷൻ തന്നെയായിരിക്കും. അപ്പൊ ഈ വേർഷൻ വെച്ചിട്ട് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു 30 സെക്കൻഡ് വെച്ചിട്ട് നിങ്ങൾ ഒരു എൻറ്റയർ ഡേ അല്ലെങ്കിൽ ഒരു എൻറ്റയർ ലൈഫ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നതിൽ ഒരു കാര്യവുമില്ല. നിങ്ങളൊരു 25 വയസ്സിൽ സക്സസ് ആയിട്ടുള്ള ഒരു വീട് വാങ്ങിയിട്ടുള്ള, കാറ് വാങ്ങിയിട്ടുള്ള, എല്ലാം കൊണ്ടും സക്സസ് ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ കാണുന്നുണ്ടാവും. ബട്ട് റിയൽ ലൈഫിൽ ആക്ച്വലി ഒരു 10, 35, 40 വയസ്സിലൊക്കെയാണ് ഒരു മനുഷ്യൻ ആക്ച്വലി ബേസിക് ആയിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് അവരുടെ വലിയ വലിയ ഗോൾസ് അച്ചീവ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഇസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്, അല്ലെ? അതൊരു റോങ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പം നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ കാണുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈഫ് വെച്ചിട്ട് നിങ്ങളുടെ ലൈഫ് ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടൂളാണ്, ഒരു നൈഫാണ്. ആ നൈഫ് സർജൻസ് മേ ബി ഓപ്പറേഷന് യൂസ് ചെയ്യും. ഇതേ നൈഫ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരാളെ കൊല്ലാനും പറ്റും. അപ്പം സോഷ്യൽ മീഡിയ എന്നുള്ള ഒരു ടൂളില് തള്ളേണ്ടത് തള്ളാനും കൊള്ളേണ്ടത് കൊള്ളാനും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എന്താണ് റിയൽ അല്ലെങ്കിൽ എന്താണ് റീല് എന്നുള്ളൊരു കാര്യം ഉൾക്കൊണ്ട് പല ആളുകളും ചെയ്യുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ പല സാധനങ്ങളും വാങ്ങിയാൽ നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആവും എന്ന ആളുകൾ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലൈഫ് സ്റ്റോറി ഒക്കെ വെച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ വളരെ ആസ്തറ്റിക് ആയിട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് നിങ്ങളൊരു സാധനം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നതിന് മുൻപേ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്കത് ശരിക്കും വേണം? ഇത് വാങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നിങ്ങളുടെ ലൈഫിൽ അതുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ടോ? നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് ഏൺ ചെയ്ത മണി ഇതിന് വർത്താണോ എന്നുള്ളൊരു കാര്യം കൂടെ ചിന്തിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.